നമസ്കാരം. ഷിമാസ് ടിപ്സ് ആൻഡ് വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അമിതവണ്ണത്തെക്കുറിച്ചൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നവർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ ഭയങ്കര തടിയാണ്, അങ്ങനെ ഒരു മെനയില്ലാണ്ടായി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷമം തോന്നാറില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കോ ഇനി അമിതവണ്ണം വേണ്ട എനിക്ക് എന്ന് ഓർക്കുന്നവർക്കോ ഒക്കെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് ഭക്ഷണം കഴിച്ച് തടി കുറച്ചാലോ? സോയാബീനാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന നായകൻ. സോയാബീൻ ഇന്നത്തെ കാലത്ത് ഏത് കടകളിലും സുലഭമായി ലഭിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം അല്ലേ? പച്ചക്കറിയേക്കാളും മാംസാഹാരത്തോട് കിടപിടിക്കുന്ന ഇതിൻ്റെ രുചിയാണ് എല്ലാവരെയും പ്രിയങ്കരനാക്കുന്നത്. മാംസാഹാരം വർജിച്ചു കൊണ്ടുള്ള വ്രതങ്ങളുടെ സമയത്ത് മിക്കവരുടെയും വീടുകളിൽ സോയാബീൻ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ സോയാബീൻ ശരീരഭാരം കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും എന്ന് ഇതുവരെ ആർക്കെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? മീൽ ബേക്കർ അല്ലെങ്കിൽ ടെക്സ്ചർഡ് വെജിറ്റബിൾ പ്രോട്ടീൻ എന്നും അറിയപ്പെടുന്ന സോയാബീൻ ശരീരഭാരം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാണ്. വൈവിധ്യമാർന്നതും പ്രോട്ടീൻ സമ്പുഷ്ടവുമായ ഭക്ഷണമാണ് സോയാബീൻ. സോയാബീൻ ഉപയോഗിച്ച് നമുക്ക് പോഷകങ്ങൾ അടങ്ങിയ നിരവധി ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പലതരത്തിലുള്ള പച്ചക്കറികളും സുഗന്ധ വ്യഞ്ജനങ്ങളും സംയോജിപ്പിച്ച് ആരോഗ്യകരമായ ഭക്ഷണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ശരീരഭാരം നിയന്ത്രിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ സോയാബീൻ നിങ്ങളുടെ ഭക്ഷണത്തിൽ എങ്ങനെ ഉൾപ്പെടുത്തണം എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ബിരിയാണി, കബാബ് പോലെയുള്ളവയിൽ മാംസത്തിന് പകരം സോയാബീൻ ചേർത്ത് നോക്കിക്കേ. ഇത് പൂരിത കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കുക മാത്രമല്ല സസ്യാധിഷ്ഠിത പ്രോട്ടീൻ്റെ നല്ല ഉറവിടം നൽകുകയും ചെയ്യുന്നു. ഇതുവഴി ശരീരഭാരം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് മികച്ച ഉത്തേജനമായി തീരും. പരമ്പരാഗത ഇന്ത്യൻ വിഭവങ്ങളിൽ സോയാബീൻ ഉൾപ്പെടുത്തി പ്രോട്ടീൻ നിറഞ്ഞ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, മസാലകൾ എന്നിവ ഉപയോഗിച്ച് ഒരു രുചികരമായ സോയാബീൻ കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഈ വിഭവം ബ്രൗൺ റൈസിനോടൊപ്പമോ അല്ലെങ്കിൽ ഗോതമ്പ് റൊട്ടിയോടൊപ്പമോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. സോയാബീൻ കട്ട്ലേറ്റുകളോ സ്നാക്സുകളോ ഉണ്ടാക്കി ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങൾ നമുക്ക് തയ്യാറാക്കാം. മുളക്, ബ്രൊക്കോളി, ക്യാരറ്റ് തുടങ്ങിയ പച്ചക്കറികൾ ഉപയോഗിച്ച് സോയാബീൻ വഴറ്റിക്കൊണ്ട് എളുപ്പത്തിൽ പോഷകപ്രദവുമായ ഒരു സ്റ്റൈർ ഫ്രൈ തയ്യാറാക്കാം. ഫ്രഷ് പച്ചക്കറികളും ഇലകളും ചേർത്ത് വേവിച്ച സോയാബീൻ കൊണ്ട് പ്രോട്ടീൻ സമ്പുഷ്ടമായ സാലഡും ഉണ്ടാക്കി നമുക്ക് കഴിക്കാം. സോയാബീൻ വൈറ്റമിനുകൾ, ധാതുക്കൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയുൾപ്പെടെ ആവശ്യ പോഷകങ്ങളാൽ സമ്പുഷ്ടമാണ്. അതിനാൽ തന്നെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്ന വൈവിധ്യമാർന്ന പോഷകങ്ങൾ സോയാബീൻ നൽകുന്നു. സോയാബീൻ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ കുറഞ്ഞ പോഷകവും ഉയർന്ന കലോറിയും ഉള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ഇത് ശരീരഭാരം നിയന്ത്രിക്കാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ സോയാബീൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു വീഡിയോയും കൂടെ വേണമെങ്കിൽ പറയാട്ടോ ഇത്. കാരണം സോയാബീൻ ഇഷ്ടപ്പെടാത്തവർക്ക് ഇനി ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന, ഇനി തടിയുള്ളവരൊക്കെയാണ് ഈ സോയാബീൻ ഇഷ്ടപ്പെടാത്തതെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടിനുള്ള വളരെ സിമ്പിളായിട്ട് ഒരു പരിഹാര മാർഗ്ഗമാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കൂടി കാണാം. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.